ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കിടെ പുടിനും മോദിയും ഒന്നിച്ച് ഒരു കാറിൽ യാത്ര ചെയ്തതിന്റെ ചിത്രങ്ങൾ വൈറലായിരുന്നു. ഇരുവരും ഒന്നിച്ചുള്ള ഉഭയകക്ഷി യോഗം നടക്കുന്ന റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലിലേക്കായിരുന്നു ഒരു കാറിൽ ഒരുമിച്ചുള്ള യാത്ര. 10 മിനിറ്റോളം പുടിൻ മോദിയെ കാത്തുനിന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇരു നേതാക്കളും 45 മിനിറ്റ് നേരമാണ് ഒരുമിച്ച് യാത്ര ചെയ്തത്. ഇന്ത്യ റഷ്യ സൗഹൃദത്തിന്റെ ആഴം വിളിച്ചോതുന്ന ദൃശ്യങ്ങൾ എന്നൊക്കെ പുകഴ്ത്തുന്ന തിരക്കിൽ മിക്കവരുടെയും കണ്ണുടുക്കിയത് മറ്റൊരു കാര്യത്തിലേക്ക് കൂടിയായിരുന്നു. ഒരു വാഹനത്തിൽ ഓറസ് സെനറ്റ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ഔദ്യോഗിക വാഹനം. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ആഡംബരത്തിന്റെ അവസാന വാക്കെന്നൊക്കെ പറയില്ലേ, അതാണ് റഷ്യൻ നിർമ്മിത ഓറസ് സെനറ്റ് എന്ന ലിമോസിൻ. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കാറുകളിലൊന്ന്. ഓറസ് സെനറ്റ് എന്ന പേര് തന്നെ ഒരു പ്രത്യേകതയാണ്. ഓറസ് എന്നത് സ്വർണം എന്നർത്ഥം വരുന്ന ലാറ്റിൻ വാക്കായ ഓറമും റഷ്യയും ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഓറസ് സെനറ്റ് എന്നാൽ റഷ്യയുടെ സ്വർണം എന്നർത്ഥം. 2018 വ്ളാദിമിർ പുടിന്റെ 4ാമത് പ്രസിഡന്റ് സ്ഥാനാരോഹണ വേളയിലാണ് ആദ്യമായി ലോകത്തിന് മുന്നിൽ ഈ കാർ പ്രത്യക്ഷപ്പെടുന്നത്. റഷ്യയുടെ കോർട്ടഷ് പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ ആഡംബര വാഹന കമ്പനിയായ ഓറസ് ആണ് ഈ കാർ നിർമ്മിച്ചിരിക്കുന്നത്. 2018 ഈ കമ്പനി പ്രവർത്തനം ആരംഭിച്ചത്. റോൾസ് റോയ്സിനും ബെന്റലിക്കും സമാനമായ ഈ കാർ റഷ്യൻ എഞ്ചിനീയറിംഗിന്റെ ഒരു മാസ്റ്റർ പീസാണ്. ഓറസ് സെനറ്റിന്റെ ഡിസൈൻ 1945 ZIS 110 എന്ന സോവിയറ്റ് ലിമോസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്. ഈ റെട്രോ സ്റ്റൈൽ ഡിസൈൻ റഷ്യൻ പൈതൃകത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വലിയ ക്രോം ഗ്രില്ലും മനോഹരമായ LED ഹെഡ്ലൈറ്റുകളും കാറിന് ഒരു രാജകീയ ഭാവം നൽകുന്നു. ഒറ്റ നോട്ടത്തിൽ റോൾസ് റോയ്സ് ഫാൻറ്റം എന്ന വാഹനത്തിനോട് സാമ്യമുള്ള രൂപമാണ് സെനറ്റിനുമുള്ളത്. എന്നാൽ ഈ വാദം നിർമ്മാതാക്കൾ തള്ളിക്കളയുന്നുണ്ട്. റെഗുലർ ഓറസ് സെനറ്റ് വാഹനത്തിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് പുടിനു വേണ്ടിയുള്ള മോഡൽ ഒരുക്കിയിട്ടുള്ളത്. കോർട്ടേജ് എന്നാണ് പുടിന്റെ ഔദ്യോഗിക വാഹനം അറിയപ്പെടുന്നത്. VR10 ബാലിസ്റ്റിക് സുരക്ഷാ നിലവാരമുള്ള ഈ കാർ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്, റൺ ഫ്ലാറ്റ് ടയറുകൾ, ബോംബ് സ്ഫോടനത്തെ ചെറുക്കുന്ന ആർമർ പ്ലേറ്റിംഗ് എന്നിവയുടെ കരുത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ എമർജൻസി ഓക്സിജൻ സപ്ലൈ, ഫയർ സപ്രഷൻ സിസ്റ്റം, കെമിക്കൽ ആക്രമണങ്ങളെ ചെറുക്കാനുള്ള സീലിംഗ് സംവിധാനങ്ങൾ എന്നിവയും ഇതിലുണ്ട്. ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലെയാണ് ഓറസ് സെനറ്റിന്റെ ഇന്റീരിയർ. പ്രീമിയം ലെതർ സീറ്റുകൾ, ഹീറ്റിംഗ്, കൂളിംഗ്, മസാജ് ഫംഗ്ഷനുകൾ, സ്വിസ് വാച്ച് നിർമ്മാതാക്കളായ നിക്കയുടെ ബീസ്പോക്ക് ക്ലോക്ക് എന്നിവയും ഇതിന്റെ പ്രത്യേകതകളാണ്. പിന്നിലെ യാത്രക്കാർക്കായി ഫോൾഡ് ഔട്ട് ടേബിളുകൾ, ക്രിസ്റ്റൽ ഗ്ലാസുകൾക്കായുള്ള റെഫ്രിജറേറ്റർ, ഡ്യുവൽ ഇൻഫോർടൈൻമെന്റ് ഡിസ്പ്ലേകൾ എന്നിവയും ലഭ്യമാണ്. ഒരു കൈനറ്റിക്ക ഓഡിയോ സിസ്റ്റവും ഈ കാറിന്റെ മാറ്റുകൂട്ടുന്നുണ്ട്. ഓരോ സീറ്റിലെയും യാത്രക്കാർക്കായി പ്രത്യേകം എന്റർടൈൻമെന്റ് സ്ക്രീനുകളുമുണ്ട്. ഓറസ് സെനറ്റിന്റെ ഡിസൈൻ ഇറ്റാലിയൻ ഡിസൈൻ ഹൗസായ ബെർട്ടോൺ 2014 വികസിപ്പിച്ചെടുത്തതാണ്. ഇറ്റാലിയൻ ഡിസൈൻ മികവും റഷ്യൻ എഞ്ചിനീയറിംഗും ചേർന്നപ്പോൾ ഭംഗി ഇരട്ടിയായി. ബെർട്ടോണിന്റെ അവസാന പ്രൊജക്ടുകളിൽ ഒന്നായിരുന്നു ഈ വാഹനം. ഓറസ് സെനറ്റിന്റെ സാധാരണ മോഡലുകൾക്ക് 5631 mm ആണ് നീളമെങ്കിൽ 6700 mm നീളമാണ് പുടിന്റെ വാഹനത്തിനുള്ളത്. സുരക്ഷ പോലെ തന്നെ കരുത്തിനും പ്രാധാന്യം നൽകിയാണ് പുടിന്റെ സെനറ്റ് ലിമോസിൻ എത്തിയിട്ടുള്ളത്. ഓറസ് സെനറ്റിന്റെ ഹൃദയം 6.6 ലിറ്റർ V12 എഞ്ചിനാണ്. ഇത് 850 bhp പവറാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. റെഗുലർ മോഡലിൽ 4.4 ലിറ്റർ ട്വിൻ ടർബോ ചാർജ്ഡ് V8 ഹൈബ്രിഡ് എഞ്ചിനാണുള്ളത്. കേവലം 6 സെക്കൻഡിൽ 0 നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കുന്ന ഈ വാഹനത്തിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 250 കിലോമീറ്റർ ആണ്. 2021 ഈ കാറിന്റെ വില ഏകദേശം 18 മില്യൺ റൂബിൾസ് ആണ്, അതായത് 2.5 കോടി രൂപ. സിവിലിയൻ പതിപ്പ് വർഷം 120 യൂണിറ്റുകൾ മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ചൈന എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് എങ്കിലും ഓറസ് സെനറ്റ് ഓസ്ട്രേലിയയിലോ US-ലോ ലഭ്യമല്ല. ഓറസ് സെനറ്റ് ഒരു വാഹനം മാത്രമല്ല, റഷ്യയുടെ നയതന്ത്ര ഉപകരണം എന്ന പേരിൽ കൂടിയാണ് അറിയപ്പെടുന്നത്. 2024 ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന് പുടിൻ 2 ഓറസ് സെനറ്റുകൾ സമ്മാനിക്കുകയും ചെയ്തിരുന്നു.